ഇന്ന് ജൂൺ 25 ഇനിയിപ്പോൾ 5 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ട്. 5 ദിവസം 30 ഉള്ളൂ. ഓക്കെ, അപ്പം 25 ജൂൺ 2015 വ്യാഴം, മലയാള മാസം 1190 മിഥുനം 10. മെയിനായിട്ടുള്ള ന്യൂസ്, സ്മൃതി ഇറാനിക്കെതിരെ വ്യാജ യോഗ്യത കേസ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണുള്ളത്. കേന്ദ്ര മാനവ ശേഷി മന്ത്രിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഡൽഹി കോടതി. ന്യൂഡൽഹി വിദ്യാഭ്യാസ യോഗ്യത വിഷയത്തിൽ കേന്ദ്ര മാനവശേഷി മന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ കുരുക്ക് മുറുകി. നാമനിർദ്ദേശക പത്രികയ്ക്കൊപ്പം ഹാജരാക്കിയ വിദ്യാഭ്യാസ യോഗ്യതാ രേഖകളിൽ തെറ്റായ വിവരം നൽകിയെന്നാരോപിച്ച് സ്മൃതിക്കെതിരെ സമർപ്പിച്ച ഹർജി നിലനിൽക്കുന്നതാണെന്നും ഡൽഹി കോടതി വ്യക്തമാക്കി എന്നാണ് ന്യൂസ്. കൂടെ തന്നെ IPL മുൻ അധ്യക്ഷൻ ലളിത് മോദിക്ക് ബ്രിട്ടീഷ് യാത്രാരേഖകൾ ലഭിക്കാൻ ശുപാർശ ചെയ്ത വിവാദത്തിൽ ബ്രിട്ടീഷ് MP കീത്ത് വാസിനോട് ലളിത് മോദിയെ സഹായിക്കണമെന്ന് സുഷമ ആവശ്യപ്പെട്ടു. ഭർത്താവ് സ്വരാജ് കൗശലിനും ലളിത് മോദിയുമായി ബിസിനസ് ബന്ധമുണ്ടെന്നും ആരോപണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതേ വാർത്ത തന്നെ സിറാജ് പത്രത്തിന്റെ തുടക്കത്തിൽ എടുക്കുകയാണെങ്കിലും സെയിം വാർത്ത തന്നെയാണ് കാണാനുള്ളത്. സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത കേസ് നിലനിൽക്കും വിചാരണ കോടതി എന്ന് പറഞ്ഞിട്ട് ആഗസ്റ്റ് 28-ന് കേസ് വീണ്ടും പരിഗണിക്കും. തെളിവുണ്ടെങ്കിൽ കേസ് എടുക്കാം എന്നും പറഞ്ഞിട്ട് സ്മൃതി ഇറാനിയുടെ ഒരു ഫോട്ടോയൊക്കെ അടക്കം ന്യൂഡൽഹിയിൽ നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 6 പുതിയ IIM-കൾ ആരംഭിക്കും എന്ന് പറഞ്ഞൊരു വാർത്ത ന്യൂഡൽഹിയിൽ നിന്നാണ്. രാജ്യത്ത് 6 പുതിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് IIM-കൾ സ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിലായിരിക്കും 1, ബീഹാറിൽ 2, മഹാരാഷ്ട്രയിൽ 3, ഒഡീസയിൽ 4, പഞ്ചാബിൽ 5. അങ്ങനെ ഇപ്പം നമുക്കില്ല കേട്ടോ. ഞാൻ അതൊന്ന് നന്നായിട്ട് നോക്കിയത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പം ഇങ്ങനെ 6 പുതിയ IIM-കൾ ആരംഭിക്കും എന്ന് പറഞ്ഞൊരു വാർത്ത സിറാജ് പത്രം ഫസ്റ്റ് പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു ന്യൂസ് ഉള്ളത് ആയുർവേദത്തിനായി സ്റ്റെഫിയുടെ സെർവ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫ് കേരള ആയുർവേദ പ്രചാരക കരാർ ഉടൻ. തിരുവനന്തപുരം കേരളത്തിന്റെ ആയുർവേദത്തെ ലോകവേദിയിലെത്തിക്കാൻ ഇനി ടെന്നീസ് സൂപ്പർ താരം സ്റ്റെഫി ഗ്രാഫ്. കേരള ആയുർവേദ ടൂറിസത്തിന്റെ പ്രചാരകയായി സ്റ്റെഫി ഗ്രാഫിനെ നിശ്ചയിച്ചു. 2 വർഷം നീളുന്ന 3.96 കോടി രൂപയുടെ കരാറിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വിസിറ്റ് കേരളയുടെ ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ്. സ്റ്റെഫി ഗ്രാഫും ഈ ആയുർവേദിക് ടൂറിസ്റ്റായിട്ട് എന്തായിരിക്കും ബന്ധം? ഒരു ഇന്റർനാഷണൽ സ്റ്റാർ ആണെന്നുള്ള ഒരു സ്വാഭാവികമായ ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടപ്പോൾ ഞാനതിങ്ങനെ വാർത്ത കേട്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇന്റർനാഷണൽ സ്റ്റാർ ആണെന്നുള്ള ഒരു ഹൈപ്പ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ അല്ലാതെ എന്താന്ന് അറിയില്ല. ഇത്രയും ക്യാഷും കൊടുത്തിട്ടൊക്കെ ആക്കുമ്പോൾ എന്തെങ്കിലും. അപ്പം അടുത്തൊരു വാർത്ത, തീച്ചൂടിൽ അരുവിക്കര പ്രചാരണം ഇന്ന് കൊടിയിറങ്ങും എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. ശനിയാഴ്ച വിധിയെഴുത്ത് ഫലം 30-ന് അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത. ആവേശത്തിന്റെ അലകടൽ തീർത്ത് അരുവിക്കരയിൽ ഇന്ന് കൊട്ടിക്കലാശം. 1 മാസം നീണ്ടുനിന്ന ശബ്ദാഘോഷങ്ങൾ ഇന്ന് വൈകുന്നേരം അതിന്റെ പരമ്പരയിലെത്തും എന്ന് പറഞ്ഞിട്ടൊരു വൈകുന്നേരം 5 മണിയോടെയാണ് പരസ്യ പ്രചാരണത്തിന് തിരശീല വീഴുന്നത് എന്നും പറഞ്ഞിട്ടൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ അരുവിക്കര ഇലക്ഷൻ നമുക്ക് ഒരുപാട് കോമഡി സീൻസ് ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറെ സീരിയൽ നടികളൊക്കെ നമുക്ക് അരുവിക്കര. അതെ, വർത്തമാനം ഇന്നലെ ഖുഷ്ബു വന്നിട്ടുണ്ടായിരുന്നു, ഇന്നസെന്റിന്റെ ഒരു നല്ല സെഷൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നു. അതിന്റെ ഒപ്പം തന്നെ എല്ലാവരും ഒരുപാട് സുരേഷ് ഗോപി, മുകേഷ്, ഒരുപാട് പേര്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മളൊരു സാധാരണ മനുഷ്യൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ പ്രജ എന്നുള്ള ലെവലിൽ നിന്ന് കാണുമ്പോഴേ അറ്റ്ലീസ്റ്റ് എന്താണ് അവിടെ നടക്കുന്നത് എന്നറിഞ്ഞിട്ട് അവിടെ പോയിട്ട് സംസാരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇന്ത്യ വേറൊരു കൺട്രി അല്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു ബേസിക് നോളജെങ്കിലും വെച്ചിട്ട് പോയി സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെങ്കിലും നോക്കിയിട്ടെങ്കിലും പറഞ്ഞെങ്കിലും കൊടുക്കുക. തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മൾ പറയുന്നത് എന്താണെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. കാരണം സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് ഒക്കെ ഇത്രയും ഫാസ്റ്റ് ആയതുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത്, ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയണ്ട. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ നാണം കെട്ട നമ്മൾ തന്നെ ഒരാളെ വിളിച്ചോട്ട് നമ്മളെ പറ്റി മോശം കേൾക്കേണ്ട ഒരു അവസ്ഥ. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസാണുള്ളത്. ജയപ്രകാശ് നാരായണന് ദേശീയ സ്മാരകം എന്നൊരു ന്യൂസാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് നിന്ന് 40 വയസ്സ്. ന്യൂഡൽഹി അടിയന്തരാവസ്ഥയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് ജയപ്രകാശ് നാരായണന് ദേശീയ സ്മാരകം. ഈ വർഷം ഒടുവിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. ബീഹാറിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളായി വളർന്ന ജയപ്രകാശ് നാരായൺ മുൻ
പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രധാന രാഷ്ട്രീയ എതിരാളിയായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ച ജനമുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്നലെ വായിച്ചിരുന്നു കറുത്ത പനിയെ പറ്റിയിട്ട്, അതിനെപ്പറ്റി ഒരു വാർത്തയുണ്ട് ഇവിടെ. കറുത്ത പനി പകർച്ചവ്യാധി നിയന്ത്രണത്തിന് ജാഗ്രതാ ബോധ പരിപാടി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. കാല അസാർ എന്നാണ് ഇതിന് പറയുന്നത്. എന്ന കറുത്ത പനി സ്ഥിരീകരിച്ചതോടെ ജനങ്ങളിൽ ആശങ്ക. തൃശ്ശൂരിൽ മുള്ളൂർക്കരയിൽ രോഗം പടർന്നതിനെ തുടർന്ന് മണൽ ഈച്ചകൾ വ്യാപകമാകുന്നു, നാട്ടുകാരെ ആശങ്കയിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് രോഗമാണ്. ഒരുപാട് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പം ബി കെയർഫുൾ, കണ്ടേജിയസ് ഡിസീസ് ആണ്. നാട്ടിൽ പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, ഇപ്പം നാട്ടിലേക്ക് ഒരുപാട് പേര് പോകുന്ന സമയമാണ്. പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒരു മെഡിക്കൽ ടെസ്റ്റും ചെക്കപ്പും. ഇനി ഡോക്ടറെ എങ്ങാനും കണ്ടിട്ട് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പറയും, ഇപ്പം ജസ്റ്റ് സ്ഥിരീകരിച്ചിട്ടുള്ളൂ, വരുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ പ്രിക്വേഷൻ എടുക്കേണ്ടത്, വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, എന്താണ് സിംറ്റംസ് എന്നൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ. നമ്മൾ ചിലപ്പോൾ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുന്ന കയറിച്ചൊക്കെ നാട്ടിൽ പോകുന്നത്, പനി പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുപോലെ പനി പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പനിച്ചു വിറച്ചു, ജില്ലാ സ്ഥിതി രൂക്ഷം. ഇനിയിപ്പോൾ ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. പനി പ്രതിരോധ സജീവമെന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു. ഇന്നലെ 3 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. മുഹമ്മ, ആര്യാട്, അമ്പലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതുപോലെ പനി പ്രതിരോധം സജീവം. ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുഹമ്മയിൽ കഞ്ഞിക്കുഴി ബ്ലോക്കിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഒരുമിച്ച് രംഗത്തിറങ്ങി എന്നും പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ട്. ഓക്കെ, നായകളെ കൊല്ലാൻ തടസ്സമില്ല, നടപടി വൈകരുതെന്ന് ഉന്നതതല യോഗം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു വാർത്തയാണിത്. കാരണം ഇന്നലെ കുട്ടികളടക്കം സ്ത്രീകളെയും ഒക്കെ ഒരുപാട് തെരുവ് നായകൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. ഉപദ്രവകാരികളായ തെരുവ് നായകളെ കൊല്ലുന്നതിൽ നിലവിൽ യാതൊരുവിധ നിയമ തടസ്സവുമില്ലെന്ന് സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം വിലയിരുത്തി എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. ആക്രമണ സ്വഭാവമുള്ള വിഷബാധ ഉണ്ട് എന്ന് സംശയിക്കുന്ന നായകളെ ഉന്മൂലനം ചെയ്യുന്നതിൽ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, റോട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ നോക്കിയാൽ കൊള്ളാം അത്രേ. നമ്മൾ ഇന്നലെ ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു, തീക്കാറ്റ് എന്ന് പറഞ്ഞു. അതെ, കണ്ണൂർ ആലപ്പുഴ തീരദേശത്തും തീക്കാറ്റ് ഭയന്ന് വിറച്ച് ജനം എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. തെങ്ങുകളുടെ ഓലകളും വലിയ മരങ്ങളുടെ ശിഖരങ്ങളും കരിഞ്ഞു എന്നൊരു ന്യൂസാണ്. ആലപ്പുഴ ഹുങ്കാര ശബ്ദത്തോടെ കൊടുങ്കാറ്റ്, അകമ്പടിയായി പൊള്ളുന്ന ചൂടും. സുനാമിയുടെ പേടി മാറാത്ത ആലപ്പുഴ തീരദേശം ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ഭയന്ന് വിറച്ചു. കൊടുമഴയും കടൽക്കലിയും പ്രതീക്ഷിച്ചിരുന്ന കടലോരവാസികളുടെ മുന്നിലേക്കാണ് പുലർച്ചെ തീക്കാറ്റ് എത്തിയത്. കാര്യമെന്നറിഞ്ഞു വന്നപ്പോഴേക്കും കാറ്റ് കടന്നു. കടലാക്രമണത്തിനു പുറമെ പുറക്കാട് തീരദേശത്തു തീക്കാറ്റും അനുഭവപ്പെട്ടതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തരായി. പുന്തല തീരദേശത്താണ് ചൊവ്വാഴ്ച വൈകിട്ടും ഇന്നലെയും പുലർച്ചെയും തീക്കാറ്റ് വീശിയത് എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരുന്നത്. അതിന് മാച്ച് ഇന്നൊരു വാർത്ത ഇവിടെ സിരാജ് പത്രത്തിലുണ്ട്. സുനാമി ദുരന്ത മേഖലയിൽ തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തി ശക്തമായ കടൽ കയറ്റം എന്ന് പറഞ്ഞിട്ട് പലയിടങ്ങളിലും കടൽ ഭീതി തകർത്തു. ചിറയൻകീഴിൽ, പണ്ടാരത്തുരുത്ത്, ആലപ്പാട് പ്രദേശങ്ങളിൽ ജനങ്ങൾ കടുത്ത ഭീതിയിൽ. ആലപ്പാട് ചിറയൻകീഴ് ക്ഷേത്രത്തിന് സമീപം കടൽ ഭിത്തിയും തകർത്ത് കരയിലേക്ക് അടിച്ചു കയറുന്ന തിരമാല എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത. എന്തൊക്കെയാണ് എനിക്കറിയില്ല. അടുത്തൊരു ന്യൂസ് ഉള്ളത്, ഇപ്പൊ നമ്മള് ഇപ്പൊ 5 ഒരു മെയിൽ ഇട്ടു, സെൻഡ് ചെയ്തു. അത് അത് സെൻഡ് ചെയ്തപ്പോ അറിയാതെ പോയതാ സെൻഡ് ചെയ്തത്. ഇനിയിപ്പോ എന്താ ചെയ്യാ, പെട്ടെന്ന് നമുക്ക് അത് തിരിച്ചു വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആലോചിക്കില്ലേ. അതുപോലെ ഒരു ന്യൂസാണ്, കൈവിട്ട ഇമെയിൽ തിരിച്ചു പിടിക്കാം. ന്യൂയോർക്ക് അയച്ചുപോയ ഇമെയിൽ തിരിച്ചു പിടിക്കാനുള്ള വിധിയുമായി ഗൂഗിൾ. ജിമെയിൽ വഴി അയക്കുന്ന സന്ദേശം റദ്ദാക്കണമെങ്കിൽ അയച്ച് 30 സെക്കൻഡിനകം അൺഡു സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. പുതിയ ഉപാധി ജിമെയിൽ സെറ്റിംഗ്സിലൂടെ പ്രായോഗികത്തിലാക്കാവുന്നതാണ്. ജിമെയിൽ ഇൻബോക്സിൽ നിലവിൽ ലഭ്യമാണ് എന്നും പറഞ്ഞിട്ടാണ്. നല്ലൊരു കാര്യമല്ല ഇത്. ഏറ്റവും കൂടുതൽ സംഭവിക്കുക ആള് മാറി സെൻഡ് ചെയ്യുമ്പോഴാണ്. ചിലപ്പോൾ ഒരേ പേരിൽ തന്നെ നമ്മള് അങ്ങ് സെൻഡ് ചെയ്തിട്ടായിരിക്കും ആലോചിക്കുക ആള് മാറി. അത് ചിലപ്പോൾ ശരിക്കും എഗൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കായിരിക്കും പോയിട്ടുണ്ട്, കിട്ടല്ലേ എന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകില്ല. എന്നാലും നല്ലൊരു ഓപ്ഷൻ ആണ്. വേറൊരു വാർത്തയുള്ളത്, ഓപ്പറേഷൻ രുചി റെയ്ഡുകൾ ശക്തമാക്കും. അന്തർ സംസ്ഥാന ഏകോപന യോഗം 21 എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത്. പച്ചക്കറികളെയും പഴങ്ങളെയും കീടനാശിനിയുടെ അമിത ഉപയോഗം, ആഹാര പദാർത്ഥങ്ങളിൽ രുചി വർധന, രാസവസ്തുക്കൾ, കൃത്രിമ നിറം ഒക്കെ ഉപയോഗിക്കുന്നതിനെതിരെയായിട്ടുള്ള ഓപ്പറേഷൻ രുചി പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം റെയ്ഡുകൾ ശക്തമാക്കാൻ തീരുമാനം. പച്ചക്കറി കടകൾ, ബേക്കറികൾ, റെസ്റ്റോറൻറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ,
ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവയെ കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ നടത്താൻ ഇന്നലെ ആരോഗ്യമന്ത്രി VS ശിവകുമാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് റെയ്ഡുകൾ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, പാക്കേജ് ഫുഡ് അങ്ങനെ അതിനൊക്കെ കുറെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഫുഡാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര അഡൾട്രേഷൻസ് ലൈക്ക് കളർ ആണെങ്കിൽ അജിനാമോട്ടോ അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും, ഭംഗി കൂടും. ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പക്ഷെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൈ ഫുൾ റെഡ് ആയിട്ടുണ്ട്, യെല്ലോ ആവുക, അതെന്നൊക്കെ പറഞ്ഞ കളർ ആഡ് ചെയ്ത് കാണുമ്പോൾ ഫുഡ് ഭയങ്കര അപ്പീലിംഗ് ആയിരിക്കും. അയ്യോ എന്ത് രസാ. ചില ഭക്ഷണം കേട്ടോ റെഡ് ആയിരിക്കും, നമ്മൾ എരിവുണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കുമ്പോൾ എരിവുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം ശ്രദ്ധിക്കുക, ദിസ് ആൻഡ് ഓൾ ആർ വെരി ബാഡ് ഫോർ ഹെൽത്ത്. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, ഒരു ഫേസ്ബുക്കിൽ ഒരാൾ അനുഭവക്കുറിപ്പ് എഴുതിയതാണ് കേട്ടോ. ആള് ആദ്യം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട് തോന്നുന്നു. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ പറയൂ ചേട്ടാ, പറയൂ പറയൂ. സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, നമ്മളിവിടെ നമ്മളെ പിറന്ന മണ്ണിൽ നിന്നും നമ്മളിവിടെ വിദേശ രാജ്യത്ത് വരുന്നത് ജോലി എന്നുള്ള ആശ്രയമായിട്ട് മാത്രമാണ്. ജോലിയാണല്ലോ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോഴും നമുക്കിവിടെ കയ്യിൽ കിട്ടുന്ന ഏതൊരു ജോലിയും സന്തോഷമായിട്ട്, നിയമപരമായിട്ടുള്ള ഏതൊരു ജോലിയും സന്തോഷപൂർവ്വം എല്ലാവരും സ്വീകരിച്ച് നല്ല രീതിയിൽ ചെയ്യണം. അതിനെ ആർക്കും ഒരു കേടുപാടില്ലാതെ സൂക്ഷിച്ച് കുടുംബത്തിനെ പോറ്റുവാൻ എനിക്ക് ഒരു അഭ്യർത്ഥന എല്ലാവരോടും പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാന് ജോയിൻ ചെയ്തത് 25/6/1995. ഇന്നേക്ക് 25/6/2015. ഞാൻ ദുബായ് ഇന്റർനാഷണൽ സിൽവർ ജൂബിലി ആണ്. 20 വർഷം തികയാണ്. 20 വർഷമാണ്. ഓക്കെ ഓക്കെ 20 വർഷം. ഓക്കെ ഞാൻ 25 ചോദിച്ചു. അതാ സിൽവർ ജൂബിലി. അപ്പൊ എന്തായാലും 20 വർഷമായിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണോ ജോലി എടുക്കുന്നത്? അതെ. 20 വർഷത്തിന്റെ ഒരു പ്രത്യേകത ഈ ദുബായ് എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, 20 വർഷം എംപ്ലോയീസിനെ വിളിച്ച് ഷേഖ് അഹമ്മദ് അവരുടെ അടുത്ത് നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കുകയും ഒരു എക്സലന്റ് അവാർഡ് തരികയും ഒരു ഒമേഗ വാച്ച് തരികയും അവിടുത്തെ അന്വേഷണി അതാണ്. 20 വർഷമാണ് ഇവിടുത്തെ ഏറ്റവും വലുത്. എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റഡ് ആയത് ഒമേഗ വാച്ച് കിട്ടുന്നത്. എന്തായാലും ചേട്ടാ കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരു 20 കൊല്ലം കൂടെ 40 കൊല്ലം കൂടെ അങ്ങ് സന്തോഷമായിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റട്ടെ കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. താങ്ക് യു. എന്തായാലും ഞങ്ങളെ പ്രാർത്ഥനയും ആശംസകളും നേരുന്നു. ഓക്കെ, 20 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ which is ഒരേ കമ്പനിയിൽ ഒരേ മാനേജ്മെന്റ്, that's very something which we should commendable and it is commendable and congratulations ഒന്നുകൂടെ അല്ലേ നിഷ. ഇതുപോലെ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ആരുടെ കാര്യമാണെങ്കിലും ജസ്റ്റ് ഒരു വിഷ് ആണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ഹലോ ഗുഡ് മോർണിംഗ് @ntva.com. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. കഥയല്ല, ഒരു അനുഭവമാണ് കേട്ടോ ഒരാളുടെ. അപ്പൊ അവര് നാട്ടിൽ നിന്നും ഇവിടെ ജോലി കിട്ടിയിട്ട് റിയാദിൽ സെറ്റിലായി. വൈഫിന് ഇവിടെ ടീച്ചറായിട്ട് ജോലി കിട്ടി, ഹസ്ബൻഡ് ഒരു ജോലി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം ഉണ്ടാക്കാൻ രണ്ടുപേരും ബിസിയാണ്, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല വീട്ടിൽ. അപ്പോൾ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി, ഇപ്പോൾ രാവിലെ ബ്രെഡ് അല്ലെങ്കിൽ അങ്ങനെ കുറിച്ചത്, അതേപോലെ ഉച്ചയ്ക്കാണെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നാണെങ്കിൽ KFC അങ്ങനെ കുറേ അങ്ങനത്തെ ടൈപ്പ് ജങ്ക് ഫുഡ് കുറേ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ലാഭിക്കാം, അതുപോലെ തന്നെ ആ ഉള്ള സമയത്ത് അവർ ട്യൂഷൻ എടുക്കുകയും ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാതെ തുടങ്ങി. എന്നും ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഇവർക്ക് ഇയാൾക്ക് ഒരു ആഗ്രഹം തോന്നി, നാടൻ ഫുഡ് കഴിച്ച ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ വൈഫിനോട് പറഞ്ഞു, എനിക്ക് നാടൻ ഫുഡ് വേണം. കുറേ നാൾ പുറത്തുനിന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, വീട്ടിൽ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഭാര്യ എന്താ വെച്ചാൽ നല്ല ചോറും നമ്മളെ നല്ല പപ്പടം കാഴ്ചയത്, അതുപോലെ നല്ല ചോറ് നാടൻ വിഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് മീൻ ഫ്രൈ ഒക്കെ ആക്കിയിട്ട് കൊടുത്തു. അത് കഴിച്ചപ്പോഴത്തേക്കും ആൾക്കത് കഴിച്ചപ്പോഴത്തേക്കും ഛർദ്ദിക്കാനായിട്ട് ഛർദ്ദിക്കാൻ വേണ്ടി തുടങ്ങി. വീണ്ടും ഇതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല, ഇതേപോലെ മനം പുരട്ടൽ വന്നിട്ട് പ്രശ്നമായി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ക്യാൻസർ ആണ്. അതായത് ക്യാൻസറായി, കാരണം ഇത് പുറത്തുനിന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ച് ചെറുകുടലിനെ ഇത് ബാധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവര് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് മനസ്സിലായി നമ്മളുടെ ആരോഗ്യം കളഞ്ഞു, പുറത്തുനിന്ന് കഴിച്ച്. അപ്പൊ നമ്മളെപ്പോഴും ഇവിടുന്ന് പറയാറില്ല, എല്ലാവരും എവിടുന്നും കേൾക്കും, നമ്മള് ജസ്റ്റ് ഒരു ചെറിയ ഒന്നും കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു ചെറിയ കഞ്ഞിപ്പേരാണെങ്കിൽ പോലും അവനവന്റെ വീട്ടിൽ തന്നെ മാക്സിമം പെട്ടെന്ന് വെച്ച് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. പുറത്തുനിന്നുള്ള ഫുഡ് തീരെ വേണ്ടെന്നല്ല, യെസ് യു ക്യാൻ ഹാവ് ഇറ്റ് ലൈക്ക് വീക്കെൻഡ് ആണെങ്കിൽ, പക്ഷെ ഡെയിലി ഒരു പുറത്തുനിന്നുള്ള ഫുഡ് ഒരു 3 നേരം എന്നൊക്കെ അങ്ങനെ പോവുകയാണെങ്കിൽ വി
വിൽ ബി ലൈക്ക് എൻഡഡ് അപ്പ് ഇൻ സംതിങ് ലൈക്ക് ദിസ്. ഇതോ അല്ലെങ്കിൽ അൾസർ കൈൻഡ് ഓഫ് ഡിസീസ് പലർക്കും വരുന്നുണ്ട്. വയറിനെ അപ്സെറ്റ് ആക്കുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ഡിസീസ്. ചിലപ്പം പുറത്തുനിന്നുള്ള ഫുഡിന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എലമെന്റ് ഒരു സ്ലോ പോയിസൺ ആയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ശരീരത്തിൽ ആക്റ്റീവ്. അങ്ങനെ എന്തിനാ വെറുതെ നമുക്ക് ഒരു ശരീരമല്ലേ ഉള്ളൂ, ഒരു ലൈഫ് അല്ലേ ഉള്ളൂ, ഒരു ജീവിതമല്ലേ. അത് മാക്സിമം നമ്മൾ തന്നെ പ്രഷ്യസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ. ഇതിപ്പോ നമ്മൾ അഡൾട്രേഷനെ പറ്റി പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പം വീട്ടിൽ തന്നെ മാക്സിമം ഹോംലി ഫുഡ് കഴിക്കാൻ ട്രൈ ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അടുത്ത് നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോവുകയാണെങ്കിൽ ടീം ഇന്ത്യയിൽ തമ്മിലടി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. ഏകദിന പരമ്പരയിൽ ബംഗ്ലാദേശ് വലിച്ചു കയറിയതിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാമ്പിലെ തമ്മിലടിയുടെ കഥകളും പുറത്ത്. ഡ്രസ്സിംഗ് റൂമിൽ ധോണി സ്വസ്ഥനല്ലെന്ന മുൻ കോച്ചിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ധോണിയെ രക്ഷിക്കാനെത്തിയ രവിചന്ദ്ര അശ്വിനെയും കടത്തിവെട്ടി. പുതിയ അമിട്ടിന് തിരികൊളുത്തിയത് ടെസ്റ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ്. എന്തായാലും ഇങ്ങനെ അതിന്റെ ഒരു കുറവ് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതും കൂടെ ആവുമ്പോഴത്തേക്ക് ഓക്കെ. അപ്പം അത്രയൂടെ കഴിയുമ്പോൾ നമ്മൾ ഇനി നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത് പ്രാദേശിക വാർത്തകളാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന വാർത്തകളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് വി ഷുഡ് ഗോ ഫോർ എ സ്മോൾ ബ്രേക്ക്. ആൻഡ് അതിന് തിരിച്ചു വന്നിട്ട് നമുക്ക് ഗൾഫ് വാർത്തയിലേക്ക്.